ഉറച്ച വെയിലത്ത് എന്തെടുക്കുക? ഈ കുട പിടിച്ചോ. താങ്ക് യു മോളു. മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത് വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും കുട ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണമെന്ന്? മുത്തശ്ശി മറന്നുപോയി മക്കളെ. അതല്ലേ കുട ഞങ്ങൾ കൊണ്ടു തന്നത്. മുത്തശ്ശി എന്തെടുക്കുകയായിരുന്നു? കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങിങ്ങായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം. പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ. പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം. വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും, അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും. എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല, നല്ല ശ്രദ്ധ വേണം. മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും. അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക് കൂത്താടികളും പ്യൂപ്പകളും വളരും. ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത്? അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി, അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക? അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും? അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ, അവരതിൽ നിന്നും വെള്ളം കുടിക്കും. മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം. വേനൽക്കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു. മാന്യരെ, പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ്. അടുത്ത വർഷം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പ്രഭു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? കേൾക്കട്ടെ. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. നമ്മളല്ല, നീ ഒരു പ്രാവശ്യം കുളിക്കുന്ന വെള്ളമുണ്ട്, നമുക്ക് ഒരു മാസം കുളിക്കാം. മതി നിർത്തൂ. ആനക്കുട്ട, നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? അതും ഈ ചൂടുകാലത്ത്. നിർത്തൂ. ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത്. എല്ലാവരും പരസ്പരം നോക്കി നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും തല താഴ്ത്തി നിന്നു. ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു. ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തു പറയുന്നു? സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സംഭരണിയുടെ പണി തുടങ്ങി. എല്ലാവരും തന്നെ ഓരോ പണിയിൽ ഏർപ്പെട്ടു, ചെന്നായ ഒഴികെ. എടാ, നീ എന്താ ഇവിടെ കിടക്കുന്നത്? വരുന്നില്ലേ? വന്ന് സഹായിക്കടാ. ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ? ഓ, എനിക്കൊന്നും വയ്യ. കൈക്കും കാലിനും തീരെ വയ്യ. എന്തു പറ്റി? ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ. കൊമ്പൊടിഞ്ഞ് പൊത്തോം എന്ന് പറഞ്ഞതാ കിടക്കുന്നു താഴെ. എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ. നീയാണോ വീണത്? ഞാനല്ലേ. പോയെ കൈക്കും കാലിനും എല്ലാം നീരാ, നല്ല വേദനയുണ്ട്. ഇത് കേട്ട് ആന മഴവെള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ചെന്നായ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചാലിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി. മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി. മൃഗങ്ങൾ
സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ മഴ പോയി, വീണ്ടും വേനലെത്തി. പണിയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന ചെന്നായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. തകർപ്പനൊരു കുളി നടത്താനും അവൻ മറന്നില്ല. ഇതെല്ലാം മറന്നിരുന്ന് നമ്മുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു. ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഒരു പണിയും ചെയ്യാതിരുന്ന മടിയനാണവൻ. നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം. വേണമെങ്കിൽ നിന്റെ ഗദയുണ്ടല്ലോ, അതും കൂടി കരുതിക്കൊള്ളൂ. അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക്. ഇത് രാജകൽപ്പനയാണ്. ശരി പ്രഭു. അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. എന്നാൽ ആനയുടെ ഗദ കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു. അമ്പട കേമ, എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു. ഹായ്, എന്താ തേനിന്റെ ഒരു രുചി. ഇന്നിനി എന്തിനാ വെള്ളം? ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതിയടക്കാനായില്ല. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ട് ചെന്നായി ചോദിച്ചു, ഇതെന്താ ആനക്കുട്ട, ഗതയുമൊക്കെയായി, എന്താ പരിപാടി? ഓ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അതാ. എവിടെ? ഈ കുറ്റിക്കാട്ടിലോ? അത് വിട്. ഇത് എന്താടാ ഈ കുടത്തില്? കഴിക്കാൻ പറ്റിയത് വല്ലതുമാണോ? ഞാനാണേ വിശന്നു വലഞ്ഞിരിക്കുക. ഓ, ഇതിനകത്തൊന്നും ഇല്ലെന്നേ. നോണ, വലിയ നോണ. നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ? വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന്. എന്താ അതിന്റെ രുചി? ഇത്തിരി എനിക്ക് കൂടി താടാ. ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ? 3-4 കുമ്പിള് തരാം. ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ. അതുവരെ ചേട്ടൻ ദേ ആ മരത്തിൽ തല ചേർത്ത് വെച്ച് നിന്നോ. മതിയടാ, അത് മതി. സന്തോഷം കൊണ്ട് മതിമറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റെ തല ചേർത്ത് വെച്ചു നിന്നു. മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത്. തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി. പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു. അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു. വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു, ഇവനെ ഞാൻ വിഡ്ഢികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു. എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും. മുത്തശ്ശി, എല്ലാ വർഷവും വിഷു ആവുമ്പോഴേക്കും എങ്ങനെയാ ഈ കൊന്നകൾ പൂക്കുന്നത്? വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ്. മുത്തശ്ശി, കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം. അമ്പലത്തിൽ തൊഴാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു.
ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതെ, വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം. അത് ഞങ്ങൾ നോക്കാം. അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു. സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി. അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി. അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ കുട്ടിക്കുരങ്ങനും വന്നിരുന്നു. അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും. പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ കണ്ടു തുടങ്ങി. ആ മതി മതി, നട അടച്ചു. മോനെ വാ, നേരം വൈകി, പോകാം നമുക്ക്. അമ്മേ, ഭഗവാൻ എനിക്ക് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ഇടാൻ തന്നു. ഭഗവാന്റെ ആഭരണങ്ങളോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നെ വലിയ ഇഷ്ടാ. ഈയിടെ ആയിട്ട് ഇവന് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്പലത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം. ദേവദോഷം പറയരുത് പൂജാരി, അവൻ കുട്ടിയല്ലേ. കുട്ടിയാണെങ്കിലും കുരങ്ങനല്ലേ വർഗം. പൂജാരിയുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ കുട്ടിക്കുരങ്ങൻ മാത്രം ഉറങ്ങിയില്ല. ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം. ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി. ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ അമ്മ കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു. കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പായി. അങ്ങനെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു. പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത്. നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു. വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നോ? എഴുന്നേൽക്കട അവിടുന്ന്. അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി. കൂട്ടത്തിൽ അവന്റെ അമ്മയും. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ ആ അമ്മ മകനെ തട്ടിയുണർത്തി. കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി. പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. ഹായ്, എന്തൊരു ഭംഗി! ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉലകം കൊള്ളിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല. എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന അവനെ
ത്രസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളും എല്ലാം ചേർന്ന് അവന്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി. കുട്ടിക്കുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി. കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി. ഓടിത്തളർന്ന കുട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി ഊരി എറിഞ്ഞു. അത് ചെന്ന് വീണ മരത്തിൽ സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ. എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ.